ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിൽക്കുന്ന നമ്മുടെ കൊച്ചുമാമയാണ്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അതേ സ്റ്റൈലിൽ ഞാൻ അങ്ങനെ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരുങ്ങി നിൽക്കും. ഞാൻ ആടിനെ കെട്ടാൻ വന്നത്. നമ്മുടെ ആടുകളൊക്കെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് തിന്നുന്നു. അജു ഒന്ന് ആശുപത്രി പോയിട്ട് വന്നതാണ്ട് നിൽക്കുന്നു. അജു കൈ മാറ്റുന്നാണ്ട്. ഒരു ഞാൻ എപ്പം വന്നാലും എനിക്ക് മിക്കവാറും ഇവിടുന്ന് ഓരോ ചക്ക കിട്ടും. ചാണ്ട് ആ ഇരുമ്പ് അതേ തന്നെ വേണം തൂങ്ങി ഇതായിപ്പോയി. അജു അതിനകത്ത് കയറ്റി വെച്ച് കൊടുത്തത് ഒരു ചക്ക പക്ഷേ പറിച്ചെടുത്തു. അജു ഇനി അതിൽ തന്നെ വെച്ച് കൊടുക്കുമെന്ന് തോന്നുന്നു. ഈ ഒരു മതിലിൻ്റെ മണ്ടേ കയറി നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്നലെ കൊച്ചുമാമയുടെ ചേട്ടത്തി വന്നായിരുന്നു. അന്നേരം പോലും ഇതിങ്ങനെ പിന്നെ പറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോൾ വന്നാലും കൊച്ചേ നീ ഒരെണ്ണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എനിക്ക് ഓരോ ചക്ക 2 ചക്ക ഇങ്ങനെ പറിച്ചു തരും. ഞാൻ കൊണ്ടുവന്ന് നോക്കും. എന്നിട്ട് അത് വറക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ ഞാനതങ്ങ് വറക്കും. ഇപ്പം എന്നോട് 2 എണ്ണം അനുമോക്ക് പഴുത്ത ചക്ക തിന്നണമെന്ന് പറഞ്ഞു കൊച്ചുമാമയുടെ മോക്ക്. അപ്പം കൊച്ചുമാമ 2 എണ്ണം താഴെ നിന്നത് കൈവച്ചിങ്ങനെ പിരിച്ചെടുത്ത് കൊണ്ടുപോയി. പക്ഷേ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് താണ്ട് പറിക്കുന്നതുണ്ടോ. എനിക്ക് തരാനായിട്ട് അജുവിനോടുള്ള സ്നേഹം കൊണ്ട്, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പറിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കൂട്ടാണ്. രണ്ടുപേരും മുഖമൊന്നും കാണിക്കുന്നില്ല. അയ്യോ, കുഴപ്പമില്ല. വീഡിയോയ്ക്കകത്ത് കൊച്ചുമാമ മതിലിൻ്റെ മണ്ടയ്ക്കൊന്ന് താഴെ വീഴുന്നത് മാത്രം കാണരുത്. ഇവിടെ പിന്നെ കൊച്ചുമാമയുടെ പിന്നെ പട്ടി ഇവിടെ വേണ്ടതൊന്ന് ബഹളം വെക്കുന്നുണ്ട്. അവള് ബെല്ല, അവളുടെ പേര് ബെല്ല എന്നാ. പട്ടി എന്നൊക്കെ വിളിക്കരുത്. അജു പറഞ്ഞു കേട്ടോ, പട്ടി എന്നൊന്നും പറയണ്ട, ബെല്ലേന്ന് പറഞ്ഞാൽ മതിയെന്ന്. ബെല്ല സൗണ്ട് ഉണ്ടാക്കുക. അതുകൊണ്ട് അമ്മ എന്തിനാ അവിടെ കയറുന്നത്? അതുകൊണ്ട് ബെല്ല കണ്ട. ബെല്ല അതുകൊണ്ട് അവിടെ നിൽക്കുന്നു. മുഖമൊന്നും നിങ്ങൾ കണ്ടില്ലല്ലയോ? മുഖം കാണിക്കുക നിൽക്കുക. അല്ലെ ഞാൻ മുമ്പശത്ത് പോകണം. ഇവിടെ എല്ലാം ചക്ക വീണിട്ട് ചക്ക തലേ വീഴുന്ന മാത്രമോ അതുകൊണ്ട് ചക്ക തലേ വീഴുന്ന മാത്രമല്ല, ഇവിടെ മൊത്തം എല്ലാ ചക്കയില്ലാത്ത മനുഷ്യർക്ക് ഇതൊരു ഇതായിരിക്കും. നമ്മുടെ ഇവിടെ അങ്ങ് ചക്കയെന്ന് പറഞ്ഞാൽ തെന്നി ഇതിനകത്തൂടെ വീണ് ചാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആവണിയുടെ അമ്മയാണ് നിൽക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. അജുവിന് ഇഷ്ടമല്ല കാണിക്കുന്നത്. ദാണ്ടേ ഈ സുന്ദരിയായ യുവതി മുഖം മറച്ച് നിൽക്കുന്നത് കണ്ടോ? ഒരുങ്ങിയൊന്നും അല്ല നിൽക്കുന്നത്. പക്ഷേ ഒരു വെടിക്കുള്ള പക്ഷിയുണ്ട്. അഥവാ കയ്യിൽ കാശില്ലെന്ന് വെച്ച് കഴിഞ്ഞാലും കയ്യിലൊരു ബ്രേസ്ലെറ്റ് കിടപ്പുണ്ട്. നമുക്ക് തൽക്കാലം ഒന്ന് ഊരി അത്യാവശ്യത്തിന് പണയം വെക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 12 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഇതേ രീതിയിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് വരെയായിട്ടും പോകുന്നത്. പിന്നെ ഇവർ രണ്ടുപേരോടുള്ള സ്നേഹം കണ്ടോ? ചക്ക പറിച്ചിടാൻ ആകാശത്ത് കയറിയിട്ട് എന്നെ അധിക്ഷേപിക്കുന്നോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. പതുക്കെ ഇറങ്ങണേ വെച്ചോ, സൂക്ഷിച്ചിറങ്ങണേ. ഒരെണ്ണം മതി. ഒരെണ്ണവും കൊച്ചോളവും പറിക്കുന്ന. ഞാനിതിന് മുന്നേ വന്ന് കയറി നിൽക്കും. ഒരെണ്ണം കൂടെ പറിക്കാമെന്ന് വിചാരിച്ച. വേണ്ട കൊച്ചുമാമയുടെ ഇവിടെ കോഴിയൊന്നും ഇപ്പം വളർത്താറില്ല. ഫോണുമായിട്ട് മാറിക്കോ. ഫോണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ പറിച്ചു കണ്ടോ? ലൈവായിട്ട് നിങ്ങൾ കണ്ടോളിൻ. എന്താ ചക്ക ഇടാനൊക്കെ നിങ്ങൾക്ക് ആർക്കും വയ്യായോ? നമ്മുടെ കൊച്ചുമാമയോട് പറഞ്ഞാൽ മതി. തോട്ടിയൊക്കെ നല്ല ശരിക്കും റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കയറുന്നതൊക്കെ കണ്ടോ? ഒരു ഒരല് അതിൻ്റെ പുറത്ത് കമത്തി വെച്ചേക്കുന്ന സാധനം എന്തുവെന്നറിയാമോ? ആട്ടുകല്ല്. ഇത് ഇവിടെ വെച്ചാൽ ഇപ്പം തുണി കഴുകുന്നത്. നമ്മുടെ കൊച്ചുമാമയുടെ ആങ്ങളെ കൊച്ചുമോനച്ചേനെ ഇതെല്ലാം പിടിച്ചു വെച്ച് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ എന്തിനാ വെറുതെ ഒരു അലക്കുകല്ലുണ്ടാക്കുക? അലക്കുകല്ല് എന്തിനാ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത്. പക്ഷെ കൊച്ചുമാമയ്ക്ക് പുറത്ത് വെച്ച് കഴുകാനാണ് ഇഷ്ടം. വാഷിംഗ് മെഷീൻ അകത്തുണ്ട്, എന്നാലും പുറത്ത് വെച്ച് കഴുകാനാണ് ഇഷ്ടം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അതെങ്കിൽ അജുമോന് ഒന്നുകൂടെ ഭയങ്കര വെപ്രാളമായി പോയി. വിഷമവും മനസ്സിനകത്തൊരു ഭയങ്കര ടെൻഷനൊക്കെയാണ്. ഞങ്ങളുടെ അപ്പച്ചിയുടെ മോൻ്റെ പെരവാസ്തോലി അടുത്ത ഞായറാഴ്ചയാണ്. അവരിന്നലെ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് പെരവാസ്തോലി പറയാൻ. അതും കൂടെ അജുവിന് ഭയങ്കര ഒരു ടെൻഷനായി.
അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും. എപ്പോഴെങ്കിലുമൊക്കെ അവരൊന്ന് വരുന്നത് അവൻ്റെ കൊച്ചുനാളിൽ ഓടി വരുമോ, അവനെ കൊണ്ട് നടന്ന് ഞങ്ങളുടെ അപ്പച്ചിയുടെ മോൻ അവന് പല സാധനങ്ങളും മേടിച്ച് കൊടുക്കുകയും എല്ലാം ചെയ്യും. വണ്ടിയിലോട്ട് ഇരുത്തി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവന് ഒരുപാട് സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുത്ത് കൊണ്ടുവരികയും എല്ലാം ചെയ്ത് കൊണ്ടുവിടുന്നതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ അവിടെ എങ്ങനെയാണ് കൈ വീശി പോകുന്നത്, അവിടെ എന്തെങ്കിലും കൊടുക്കണ്ടായെന്നുള്ള അതായിരിക്കും, അതും കൊണ്ടും കൂടെ ആയിരിക്കും കൂടുതൽ ഇന്നലെ രാത്രി ഭയങ്കര തലവേദന. അവർ മോനോ ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയാക്കുള്ളത്, നമ്മളെന്തോ ഉണ്ടെങ്കിലും തുറന്ന് ഞാൻ അങ്ങ് പറയും. ഞാൻ പറഞ്ഞു ഈ പിന്നെ അതിൻ്റെ തലേദിവസം വന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതാവുമ്പോൾ നല്ലതായിരുന്നില്ല, ഞങ്ങൾക്ക് ഓടി വരാനെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എങ്ങനെ ആജു മോനെ അവർ മുന്നേ വെച്ച് തന്നെ ചോദിച്ചു. എന്നിട്ട് രാജു പറഞ്ഞു, അയ്യോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് അവനും പ്രയാസമാണ്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതിൻ്റെയും കൂടെ ഒക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തലവേദന ഇത്രയും കൂടിയത്. നല്ല തലവേദനയാണ്. പിന്നെ മനസ്സിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആവണിക്കുട്ടി പോയതിൻ്റെ ആ ടെൻഷൻ. ഈ ജന്മം ഞങ്ങൾക്കത് നികത്തിയെടുക്കാനാവത്തില്ല. ഇന്നലെയും കൂടെ കുഞ്ഞു പറഞ്ഞു, ദൈവമേ അവളിപ്പം അവളുടെ ശരീരമല്ല ഇപ്പം പഴുത്ത് കാണുമായിരിക്കുമല്ലയോ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാനത് അവിടെ ചെന്ന് വന്ന് എപ്പോഴും വിളിക്കും, ആവണിക്കുട്ടിയെ ആവണിക്കുട്ടിയെ എന്ന് വിളിക്കും. ഇണീറ്റെങ്ങാനും വന്നാലോ ഇല്ല, പണ്ട് കൊച്ചുനാളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളൊരു പുളിയൊക്കെ തിന്നു കഴിഞ്ഞാൽ പുളിങ്കുരുവൊക്കെ നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പുളി, അല്ലെങ്കിൽ ചാമ്പയ്ക്ക തിന്നു കഴിഞ്ഞാൽ ചാമ്പയ്ക്കയുടെ അരി, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ തിന്നുന്നതിൻ്റെ അരി വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതുപോലൊരു മരവായിട്ട് കിളിച്ച് നമ്മുടെ വായിൽ കൂടെ വരുമോ എന്നൊക്കെ നമ്മൾ അമ്മച്ചിയോടൊക്കെ ചോദിക്കത്തില്ല എന്ന് പറയുന്ന പോലെ അവന് തിരിച്ച് വരുമോ എന്നുള്ള ഒരു തോന്നൽ, പണ്ടത്തെ കുഞ്ഞുങ്ങളുടെ കൂട്ട് തന്നെ ഉള്ള ഒരു തോന്നൽ. അരിമോനാണെങ്കിൽ ഒട്ടും സുഖമില്ല. ആശുപത്രിയിൽ പോയിട്ട് വന്നു. ഇന്നൊരു പ്രാവശ്യം കൂടെ അവനെയും കൊണ്ടൊന്ന് ആശുപത്രിയിൽ പോകണം. ഹോമിയോയിൽ ഇന്നലെ അജിമോൻ തന്നെയായിരുന്നു പോയത്, നമുക്കവിടെ നിന്ന് അടുത്താണ്. അപ്പം പിന്നെ എല്ലാവർക്കും അറിയാം കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ഈ ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുവന്ന് അവൻ്റെ ഒറ്റൊരു കുഞ്ഞു കൈയും കൊണ്ടാണ്. നേരത്തെ ഇതെല്ലാം നമ്മുടെ അച്ചാച്ചനായിരുന്നു ചെയ്യുന്നത്. അച്ചാച്ചനാവതുള്ളപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. എല്ലാം കൊണ്ടുപോയി മേടിച്ച് പറക്കി കൊണ്ടുവന്ന് എല്ലാം നമ്മുടെ പിന്നെ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഇടേണ്ടുന്ന പാത്രങ്ങളിലും ടിന്നിലും എല്ലാം ഇട്ട് വെച്ച്, പിന്നെ പച്ചക്കറിയാണെങ്കിലും എല്ലാം പറക്കി റെഡിയാക്കി എല്ലാം വെക്കേണ്ടുന്നിടത്ത് ഫ്രിഡ്ജിനകത്ത് ഓരോ സൈസ് സാധനങ്ങളും പറക്കി വെച്ചെന്ന്. എനിക്ക് അത്രയൊന്നും ഒരു പാടുമില്ല. ഇപ്പോൾ ഈ 2-3 വർഷം കൊണ്ട് അച്ചാച്ചന് തീരെ വയ്യാതായത്. അതുകൊണ്ട് പിന്നെ അച്ചാച്ചന് കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ചെവിയുടെ കേൾവിക്കുറവായ ഏറ്റവും വലിയ പ്രശ്നം, പിന്നെ ശ്വാസം മുട്ടും എല്ലാം കൊണ്ടും. അല്ല അച്ചാച്ചന് എല്ലാം ചെയ്തേനെ, കുഞ്ഞിന് ഇത്രയും പ്രയാസങ്ങളൊന്നുമില്ലായിരുന്നു. എല്ലാ അച്ചാച്ചനും അവൻ വെട്ടുന്ന അച്ചാച്ചനായിരുന്നു നേരത്തെ വെട്ടുന്നതും, അച്ചാച്ചനായിരുന്നു കൃഷി ചെയ്യുന്നതും എല്ലാം. അച്ചാച്ചൻ ചെയ്യുന്ന എല്ലാ ജോലിയും ഇപ്പോൾ അജുമോനാണ് ചെയ്യുന്നത്. അച്ചാച്ചൻ ചെയ്യാത്ത ജോലിയും കൂടെ നമ്മുടെ വീട്ടിലെല്ലാം കൂടെ ഒന്നും റെഡിയായി എടുക്കാനും നമുക്ക് നമ്മുടെ അതിനുള്ള സാമ്പത്തികങ്ങളൊന്നും കാണത്തില്ല. എല്ലാ സാധനങ്ങളും മേടിച്ച് കൊണ്ടുവരാനും ഒന്നും. കുഞ്ഞ് പല സാധനങ്ങൾ മേടിച്ചിട്ട് വിൽക്കും. പപ്പടം അതുപോലെ പല സാധനങ്ങൾ മേടിച്ച് അവൻ കൊണ്ടുവന്ന് വിൽക്കും. അന്നേരം അവൻ അതിൽ നിന്ന് 1 രൂപയും ഒക്കെ അവൻ അതിൽ നിന്ന് കിട്ടും. അതും എല്ലാം കൂടെ സൂക്ഷിച്ച് വെച്ച് അവൻ്റെ പിന്നെ സ്കൂളിലൊക്കെ പോകാനും വണ്ടിക്കൂലിക്കും എല്ലാം എടുക്കുന്നത്. മുട്ടയൊക്കെ എന്നും ഒന്നും ഒരുപോലൊന്നും കാണത്തില്ല. ഇന്ന് ചിലപ്പം പിന്നെ 20 അല്ലെ 30 കിട്ടുമെന്ന്, നാളെ ചിലപ്പം 10 കിട്ടത്തുള്ളായിരിക്കും, ചിലപ്പോൾ അതിലും കുറയും. അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും ഇതുങ്ങൾക്ക് തീറ്റി കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ഹരിയേട്ടൻ്റെ അമ്മയ്ക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ളത്. നല്ലൊരു കുഞ്ഞൊരു വീട് അമ്മയ്ക്ക് പണ്ടേ ഞാൻ അമ്മയോട് പറയുമായിരുന്നു. പക്ഷേ ഇതുവരെ നമ്മളെ കൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളെല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. എനിക്ക് ആ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ, ഒരു നല്ലൊരു. പിന്നെ എൻ്റെ അച്ചാച്ചനെ പോലെ വയ്യാത്ത അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ ഉണ്ട്, അവരെയൊക്കെ ചെറിയ രീതിയിൽ എനിക്ക് സഹായിക്കാൻ പറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹവും. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ.